ബ്രോനെ പോലെയാണ് അല്ലെങ്കിൽ ചാച്ചനെ പോലെ ആണ് നമ്മൾ പറയുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് വീട്ടിൽ ആർക്കും ഒരു ഡൗട്ടും ഞാൻ ഇറങ്ങുന്നവരെ ഉണ്ടായിരുന്നില്ല, ഒരു സംസാരം ഉണ്ടായിരുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞപ്പം കണ്ടന്റിന് വേണ്ടി ഓരോരുത്തർ പറയുന്നു. അത് കേൾക്കുമ്പോൾ ഞെട്ടലായിരുന്നു എനിക്ക്, എന്തിനാ ഇവരിങ്ങനെ പറയുന്നത്. ബിൻസിയെ ഡീഗ്രേഡ് ചെയ്ത് ബിൻസിയെ മോശക്കാരാക്കി ചിത്രീകരിക്കാനായിട്ട് കുറെ യൂട്യൂബർമാരും അതോടൊപ്പം തന്നെ കുറെ കമന്റോളികളും എത്തിയിട്ടുണ്ട്. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആ കൊച്ചിന്റെ ലൈഫിനെ നശിപ്പിക്കണം എന്നുള്ളതാണോ? കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അത് ബിൻസിക്ക് കിട്ടണമായിരുന്നു. ഈ പറയുന്ന അപ്പാനി ശരത്ത് ഞുള്ളിയിട്ടും അല്ലെങ്കിൽ അവിടെ ഈ പറയുന്ന ബാക്ക് സൈഡിലേക്ക് ഈ ഇടുപ്പി പിടിച്ചിട്ടും അവൾ അറിഞ്ഞിട്ടും അറിയാതെ പോലെ ഇരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്? ഈ പറയുന്ന ബിൻസിക്ക് ഒരു ഫാമിലി ഉണ്ടല്ലോ. അവരുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അമ്മയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കൊച്ചിന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളും ഈ ഒരു പെണ്ണുപിള്ളയുണ്ട്, അവർ പറയുന്നത് കേൾക്കണം. അവര് പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നവരാ അവര്. പക്ഷേ ഈ ബിൻസിയെ മോശക്കാരി ആക്കുന്നതിന് ഒരു പരിധിയില്ലേ? എന്തൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതൊക്കെ കണ്ടപ്പോ ഉണ്ടല്ലോ സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട്. ഞാൻ ഈ ബിൻസിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഉടനെ ഞാൻ ബിൻസിയുടെ PR ആവും. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിൻസിയെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് റീച്ചില്ല, അത് പോത്തില്ല. എന്നാൽ ഈ ബിൻസിയെ മോശക്കാരാക്കിയിട്ട് അങ്ങോട്ട് തംബ്ലൈനും വെച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കമന്റ് ഇടാൻ ആൾക്കാര്, അത് സെർച്ച് ചെയ്യാൻ ആൾക്കാര്, അതിനെ ഷെയർ ചെയ്യാൻ ആൾക്കാര്, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ ആൾക്കാരാണ്. കാര്യം എന്താണെന്നറിയാമോ? അതൊരു പ്രത്യേകതരം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ ഒരു ബിൻസിയെ അങ്ങ് നെഗറ്റീവ് ആക്കണമെന്നുള്ള ഒരു താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്ന വീഡിയോകൾ മുമ്പിൽ പോകുന്നത്. ഇവിടെ ബിൻസിയെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും ഒരു വീഡിയോ ഇടട്ട്, അതിന് വലിയ വ്യൂ കിട്ടത്തില്ല. കാരണം അത് ആരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി യുവമാര് പല കളികളും കളിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഈ പറയുന്ന ബിൻസിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഇട്ടോട്ടെ, എന്നാ റീച്ച് പോകുന്നറിയാമോ അത്? അപ്പൊ ഒരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മറ്റൊരാളെ വെള്ളപൂശാൻ വേണ്ടി കാട്ടുമ്പോൾ ഇവിടെ നശിക്കപ്പെടുന്നതും ഇവിടെ മോശക്കാരി ആകുന്നതും ആരാണ്? ഈ ബിൻസി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച്, അപ്പാനി എന്ന് പറയുന്ന ഒരു പയ്യൻ, അദ്ദേഹത്തിന്റെ കുടുംബം. ഇതൊന്നും മനസ്സിലാക്കാതെ കുറെ എണ്ണം മോശമായ തമ്പലയിലും വെച്ച് വീഡിയോ ഇറക്കി അങ്ങോട്ട് വിടും. അതുപോലെ തന്നെ കുറെ എണ്ണം വൃത്തികേടുകൾ മാത്രം കമന്റിൽ എഴുതി അങ്ങ് തള്ളും. അമ്മമാരൊക്കെ പറയുന്നത് ബിൻസിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, നിനക്കറിയാമോ ബിൻസി അങ്ങനത്തവളാണെന്ന്? നിനക്കൊക്കെ എങ്ങനെ അറിയാമോ ബിൻസി അങ്ങനത്തവളാണെന്ന്? എന്തൊക്കെയാ നീയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? കഷ്ടം. എന്തായാലും ഈ വീഡിയോ എടുത്ത ആൾക്കാരുണ്ട്, അതായത് ഈ ഒരു ഒളിക്യാമറ വെച്ച് എടുത്ത ആൾക്കാരുണ്ടല്ലോ, അതില് ഈ പറയുന്ന ബിനൂസ് ഹബ് എന്ന് പറയുന്ന ഒരാളും ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേൾക്കണം. ഇവിടെ അപ്പാനി ശരത്ത് ഈ പറയുന്ന ബിൻസിയുടെ അവിടെ തൊട്ടിട്ട് പോലും ഇല്ല. ഇത് ഒളിക്യാമറ വെച്ചിട്ട് ഏതോ എന്താ പറയാ, നല്ല സൂം ചെയ്ത ക്യാമറയും വെച്ച് അങ്ങോട്ട് ഒപ്പിയെടുത്ത് അവിടെ ഒരു ബ്ലിങ്ക് പോലൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വിട്ടു, ഈ പറയുന്ന കൊച്ചിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്. കഷ്ടം. എന്തായാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടു നോക്കിയേ. ഇതൊക്കെയാണ് സത്യത്തിലുള്ള യൂട്യൂബർമാര്, ഇവരെ പോലെയുള്ളവർ. ഇവര് കണ്ടോ, അതിലൊരു മിസ്ലീഡിങ് ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇവരൊന്നും ആ വീഡിയോ ഇട്ടിട്ട് പോലും ഇല്ല. ഇവരത് തീരുമാനിച്ചു, എല്ലാവരുടെ തീരുമാനിച്ചു ഈ വീഡിയോ ഇടണ്ടാണെന്ന്, ഇത് ആ കൊച്ചിന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന്. കാരണം അത് പുറകിൽ നിന്നിങ്ങനെ നോക്കുമ്പോൾ കൈ വെച്ച പോലെ തോന്നും. എന്തുവാടേ ഈ എന്നിട്ട് ഏതവനാണ് ഈ വീഡിയോ എടുത്ത് വെളിയിലിട്ടത്? ഇങ്ങനെയൊക്കെ നിന്റെ വീട്ടിലില്ലയോടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ? ഇഷ്യൂ വീണ്ടും കുത്തിപ്പൊക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ബിഗ് ബോസ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു, സീസൺ 8 തുടക്കമായി. എന്നിട്ടും ബിഗ് ബോസ് 7 വിവാദ വീഡിയോകളാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ RJ ബിൻസിയുടെയും അപ്പാനി ശരത്തിന്റെ ഒരു വീഡിയോ അല്ലേ? ആ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അതെ, ഇതാണ് ആ വീഡിയോ, ഈ കാണുന്ന വീഡിയോ, ഒറിജിനൽ ഫൂട്ടേജ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഈ വീഡിയോ ഇദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഇത് പുള്ളി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇടത്തില്ല. കാരണം ഇത് ആക്ച്വലി എന്താ പറയുക, ഇത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു 10-15 പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കും ഈ ബൈറ്റ് കിട്ടി. പക്ഷേ ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കൂട്ടമായ ഒരു തീരുമാനം എടുത്തു. അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യരുത്. അത് കുറച്ച് നല്ല യൂട്യൂബേഴ്സ്മാർ എല്ലാവരും അനുസരിച്ചു. അത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാം. ഇപ്പൊ നമ്മൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ യാത്രയാണ്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്കിന്നിൽ തൊടും, അറിയാതെ ദേഹത്ത് തൊടും. ഈ ദേഹത്ത് തൊടുന്നത് തന്റെ കാമ വെറി കൊണ്ടാണ് തൊടുന്നത് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നതാണ് പ്രശ്നം. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിടത്ത് കൂട്ടുകാരൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് ടച്ച് ആവും, ഇങ്ങോട്ട് ടച്ച് ആവും. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി. അപ്പാനിയുടെ ഭാര്യയുണ്ട്, അതോടൊപ്പം തന്നെ ബിൻസിയുണ്ട്. അവര് കണ്ടോ കാണിക്കുന്നത്? അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഇവിടെ ഈ അപ്പാനി എന്ന് പറയുന്ന ഒരാള് അവിടെ തൊട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ഇടുപ്പി പിടിച്ചു, ഈ ഒരു പെണ്ണുപിള്ള പറയുന്നത് കേൾക്കണം, ഇടുപ്പി പിടിച്ചു പിച്ചിന്നൊക്കെ. അതുപോലെ വേറൊരുത്തരും പറയുന്നത് കേൾക്കണം, പിച്ചിന്ന്. പിച്ചിയാൽ ആ ബിൻസിക്ക് അറിയത്തില്ലേ? അവിടെ തൊട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഞോണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ബിൻസി ഇങ്ങനെ ഒന്നും അനങ്ങത്തില്ലേ? അതുപോലും ഇല്ല. ചുമ്മാ എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത ന്യൂസുകൾ ഉണ്ടാക്കി വിടുന്നത്? നിനക്കൊക്കെ ഇല്ലയോടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ? വൃത്തികേടുകള്, കഷ്ടം. ഈ പറയുന്ന അനുമോളെ വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അവിടെ ചെയ്ത കാര്യങ്ങൾ കൊണ്ട്. ഈ ബിൻസി അവിടെ ഗെയിം കഴിഞ്ഞു, അത് വന്നു,
ഇപ്പൊ അതിന്റെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ടാണ് നിങ്ങൾ ഈ കളിക്കുന്നത് അല്ലേ? അതിന്റെയൊക്കെ ആവശ്യം എന്താണ്? കഷ്ടമുണ്ട് എന്തായാലും, വളരെ കഷ്ടം. എന്തായാലും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഒറിജിനൽ വീഡിയോ ഉണ്ട്. ഞാൻ ആദ്യം ഇട്ടൊരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു ഇത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ള ഡ്രസ്സിന്റെ കാര്യം. അപ്പൊ അന്നേരമല്ല കേട്ടോ ഇത് അവരുടെ ആ ഒരു എന്താ പറയുന്നത്, അവിടുത്തെ ഒരു ഹോട്ടലില്ലേ, ആ ഹോട്ടലിന്റെ അവിടെ വെച്ചാണ് ഈ ഒരു വീഡിയോ ഇവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്നേരം ആ ഡ്രസ്സ് തന്നെയാണ്, സെയിം ഡ്രസ്സ് തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ ഇവന്മാരൊക്കെ പറഞ്ഞു വെച്ചാൽ എന്തായിരുന്നു, ഇറങ്ങി വരുമ്പോഴാണ്, അതായത് എയർപോർട്ടിൽ പോകുമ്പോഴാണെന്ന്. എയർപോർട്ടിൽ പോകുമ്പോൾ അവർ വേറെ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ ഇതല്ല, അവർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവര് ഹോട്ടൽ മുറിയിൽ വന്ന് ആ ഒരു സമയത്തെടുത്ത വീഡിയോയാണിത്. ഓക്കെ, ബാക്കി കിട്ടും. ബിഗ് ബോസിലെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് അവർ റൂമിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബൈറ്റിന് വേണ്ടി ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ 10 പേര് വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ബൈറ്റ് തരാനായിട്ട് ഞങ്ങൾ അവർ കൂട്ടാക്കില്ല, കാരണം രാത്രിയായി. സോ അവർ സമ്മതിച്ചില്ല. പക്ഷെ ഞങ്ങൾ ഇവർ വരുന്നതും ഇറങ്ങുന്നതും വീഡിയോ ജസ്റ്റ് എടുത്തു വെച്ചു. അതാണ് ഈ ക്ലിപ്പ്. ഈ RJ ബിൻസിയുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം, എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പം അനുമോൾക്കെതിരെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് RJ ബിൻസി. ഇവിടെ RJ ബിൻസി ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് RJ ബിൻസിയെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ആൾക്കാർ വിളിക്കുന്നത്? RJ ബിൻസി അങ്ങോട്ട് പോയിട്ട് ഒരിക്കലും ഇന്റർവ്യൂ തായോ എന്ന് പറഞ്ഞ് മേടിക്കുന്നതല്ല. ആ കുട്ടീനെ ഇന്റർവ്യൂവിന് അവർ വിളിക്കുകയാണ്, പൈസ കൊടുത്തിട്ട് ക്ഷണിക്കുകയാണ്. കാരണം ഈ കൊച്ച് കുറച്ച് എന്താ പറയുക, ടൈം ലൈനിൽ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ കൊച്ചു എന്തെങ്കിലും പറഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ട് എന്നുള്ള രീതി കൊണ്ടാണ് ഈ പറയുന്ന ബിൻസിയെ എല്ലാവരും ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അല്ലാതെ ഈ ബിൻസി അങ്ങോട്ട് പോയിട്ട് ഓരോന്ന് ഏറ്റെടുക്കുകയല്ല. അത് കുറെ എണ്ണം വന്നിട്ട് കമന്റുകൾ പറയുന്നുണ്ട്, അനുവിനെ പറഞ്ഞു. ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്ന എല്ലാ വിഷയത്തെക്കുറിച്ചും ആങ്കർ ഈ പറയുന്ന ബിൻസിയോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം മറുപടിയും ബിൻസി പറയുന്നുണ്ട്. അല്ലാതെ അനുമോളെ കുറിച്ച് മാത്രം ഒന്നും പറയുന്നില്ല. അനുമോൾ എന്താണോ ചെറ്റത്തരം അവിടെ കാണിച്ചിട്ടുള്ളത് അത് ചോദിച്ചാൽ അതിന് മറുപടി പറയും. അതിനിപ്പോ നിങ്ങൾക്ക് ഇത്ര കുരുപൊണ്ടാൻ എന്തുവാ? അനുമോൾ നല്ലത് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലത് പറഞ്ഞേനെ. അനുമോൾ ചെയ്തത് എന്താണ്? ഈ പറയുന്ന ബിൻസിയുടെ ജീവിതം ഈ ഒരു നിലയിൽ ഇപ്പോഴും എടുത്ത് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് ആരാണ്? വളരെ മോശം കാണിച്ചു വെച്ചിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ PR ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് കമന്റ് ഇട്ട് തള്ളുകയാണ്. ആ കൊച്ചിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ എന്നോട് ചോദിക്കുക. നിങ്ങൾക്കറിയാമോ ആ കൊച്ചിന്റെ സ്വഭാവം എന്താണെന്ന്? ഇച്ചിരി എന്താ പറയാ, ഒരു സ്മാർട്ടായിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നു എന്ന് കണ്ടോണ്ട് നിങ്ങൾ എന്താണ് ഈ അതിനെ ഇങ്ങനത്തെ ഒരു മോശക്കാരിയാക്കി മാറ്റുന്നത്? എന്ത് തെറ്റാണ് ആ കൊച്ചി ചെയ്തത്? വളരെ മോശം. എനിക്കും അറിയാം ഈ വീഡിയോ ഇട്ടാലും വലിയ റീച്ച് ഒന്നും പോത്തില്ല. ഇത് ഈ ബിൻസിയെ കുറ്റപ്പെടുത്തി ഇട്ടാ പോകും. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി ആ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാതെ മനസാക്ഷിയുള്ള ആരെങ്കിലും, എന്റെ വീഡിയോ കാണുന്നതിൽ മനസാക്ഷിയുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുറത്ത് വന്നപ്പോഴും ഞാൻ അടക്കമുള്ള എന്റെ ബൈറ്റിലുണ്ട് RJ ബിൻസിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അതൊരു പക്ഷേ PR ആയിരുന്നെങ്കിൽ RJ ബിൻസിയെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ വിനുവിനെ PR ഏൽപ്പിച്ചെന്ന് വെച്ചുകൊണ്ട് നിന്നേനെ. അപ്പൊ അയാളുടെ ഒരു നഷ്ടബോധമാണ്. ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്നില്ല, അതിനകത്ത് ഗെയിമും കളിക്കണം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു ഗെയിം കൊടുത്തിട്ട് ബിഗ് ബോസിനകത്ത് പോയി ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സമ്മതിക്കണ്ട. അത് ഓക്കെ. പക്ഷേ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ഒരു ഗ്യാപ്പാണ്, ഒരു ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഗെയിം സ്ട്രാറ്റജി ഇറക്കുന്നു. പക്ഷെ അതിന് മുമ്പ് ഔട്ടായിട്ടുള്ള അവസ്ഥ RJ ബിൻസി ഇതിനകത്ത് വന്നിട്ട് ആ തുടക്കം ഈ പുള്ളിക്കാരുടെ എൻട്രി തൊട്ട് നമ്മൾ ഔട്ടാകുന്നവർ നോക്കുകയാണെങ്കിൽ കൊലവള്ളി പൊട്ടുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് അത് കാഴ്ചവെച്ചത്. അനാവശ്യമായിട്ട് ഓരോ കണ്ടസ്റ്റന്റ് മേളിലേക്ക്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും RJ ബിൻസിനെ ഇപ്പൊ എടുത്തിട്ട് ഈ യൂട്യൂബർമാരെല്ലാം അവിടെ ഏറിലാക്കുന്നത് ആ ഒരാഴ്ച ഈ ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരി ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തിച്ചു. പക്ഷെ ഒരു നോർമലി ഒരു മനുഷ്യന്റെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയില് വലിയ തെറ്റായിട്ട് അല്ല, എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ സൗഹൃദം RJ ബിൻസിയും അപ്പാനും നല്ല സുഹൃത്തുക്കളാണ്. അപ്പാനിക്ക് ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇത് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വ്യൂസിന് വേണം നമ്മൾ വണ്ടേ ചെയ്താനേ. അപ്പാനി ശരത്ത് ഒരു ആക്ടറാണ്, പുള്ളിക്കാരൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ നോർമലി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പുള്ളി പെട്ടെന്ന് ഒരു ഫ്രണ്ട്സിനോട് കാണിക്കുന്ന ആ ഒരു രീതിയിലാണ് വരുന്നെങ്കിലും പക്ഷെ അത് കൈകൊണ്ട് എന്തോ ഒരു സംഭവം ഇങ്ങനെ അത് മനഃപൂർവ്വം ആവണമെന്നില്ലെന്ന്. ഇപ്പൊ നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്ക് നമ്മളിപ്പോ തൊട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൊടത്തില്ലേ, ആ ഒരു കൺസെപ്റ്റ് ചെയ്തതാണ്. കാരണം ബിൻസി റിയാക്ട് പോലും ചെയ്യുന്നില്ല. ബിൻസിക്ക് ശ്രദ്ധിക്കുന്ന അങ്ങനെ ബിൻസി അത് ഇവിടെ ബിൻസി അത് അറിഞ്ഞിട്ട് പോലുമില്ല, ബിൻസി അത് ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അവിടെ തൊട്ടിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. പക്ഷെ തൊട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈ ബിൻസി അറിഞ്ഞേനെ. നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കും, അല്ലെങ്കിൽ ഒന്ന് ഇളകും. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നാണ് എന്റെ ഒരു നിഗമനം. എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന ബിൻസി അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ച് ഗെയിം കളിക്കാൻ ഒരു സമയമുണ്ടല്ലോ. എല്ലാവരും അങ്ങനെയൊക്കെ അല്ലായിരുന്നോ? ആദില, നൂറ, അതോടൊപ്പം ബിന്നി, ഇവരൊക്കെ ഗെയിം കളിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ്? കുറച്ച് ഒരാഴ്ച കഴിഞ്ഞ പിന്നാണ്. ഈ പറയുന്ന ബിൻസി ഒന്ന് ഗെയിം കളിച്ച് തുടങ്ങുന്നേ ഉള്ളായിരുന്നു. നല്ല രീതിയിൽ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ PR ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടും ആ കൊച്ചു അവിടെ നിന്ന് പോയേനെ. അപ്പാനി ശരത്ത് എങ്ങനെയാണ് ഔട്ടായത്? അപ്പാനി ശരത്ത് അവിടെ വലിയ സ്മാർട്ടായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളല്ലേ? എല്ലാത്തിനും പ്രതികരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ? എല്ലാത്തിനും ശബ്ദം ഉയർത്തുന്ന ഒരാളല്ലായിരുന്നോ? അനീഷിനെ കൂടുതലായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അനീഷിനെ ആയിരുന്നു ടാർഗറ്റ്. എല്ലാം ശരിയാണ്, പക്ഷെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ ഈ പുള്ളി പുറത്താകാനുള്ള കാരണം എന്തായിരുന്നു? അത് PR കളിയാണ്.
അപ്പൊ മറ്റുള്ളവരുടെ ആൾക്കാര്, മറ്റുള്ളവരുടെ PR ഇവരെ പുറത്താക്കാൻ വേണ്ടി പല കളികളും കളിക്കും. ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. ജിഷിൻ എങ്ങനെയാണ് പുറത്തായത്? ജിഷിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് അല്ലായിരുന്നോ? നല്ല കോമഡി അടിക്കുന്നുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ പുള്ളി എങ്ങനെ പുറത്തുപോയി? അതിനർത്ഥം എന്താണ്? അത് PR ആണ്. കാരണം ഇവരെ പുറത്താക്കാൻ വേണ്ടി ഇവര് മറ്റുള്ളവരോട്, ഈ പറയുന്ന ആൾക്കാരോട് തട്ടിക്കേറുകയും അവരോട് എന്താ പറയുക പ്രതികരിക്കുകയും ചെയ്യത്തില്ലയോ? അപ്പൊ ഈ പറയുന്ന PR മനസ്സിലാകും ഇദ്ദേഹത്തെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് അതൊരു ദോഷം ഉണ്ടാക്കും, അതുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന് കണ്ടുകൊണ്ട് ഈ പുറകിൽ കിടക്കുന്ന ആൾക്കാർക്ക് അവർ വോട്ടിട്ടിട്ട് ഇവരെ അങ്ങോട്ട് പുറത്താക്കും. അതൊരു ഇതാണ്, അതായത് വോട്ടിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബൾക്കായിട്ട് വോട്ട് കയറ്റി അങ്ങോട്ട് അടിക്കും. ഇതുള്ളതാണ്, ഇത് നടക്കുന്നതാണ്. എന്നിട്ട് പിന്നെ ഈ PR കാശ് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ബിൻസിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ടു നോക്കണം. ഇത് അവരുടെ ആ ഒരു വോയിസ് ആണ്. ഇതിന്റെ അകത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഈ ബിൻസി റിയാക്ട് ചെയ്യത്തില്ല കാരണം അവള് രസിച്ചിരിക്കുകയാണെന്ന്. ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത്. എന്ത് മോശമാണ് നോക്കി. ബിൻസി റിയാക്ട് ചെയ്യില്ല കാരണം ബിൻസി അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബിൻസി റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ പ്രശ്നം വരത്തില്ലല്ലോ. അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു രീതിയിലുള്ള എന്ത് മോശമായിട്ട് അവർ പറയുന്നത്. അങ്ങനെ ഒരു ടച്ചിങ് അവിടെ സംഭവിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ബിൻസി അവിടെ റിയാക്ട് ചെയ്യേണ്ടത്? അങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവരുടെ ദേഹത്തായാലും ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇവരറിയത്തില്ലേ? ഇപ്പൊ എന്റെ ദേഹത്ത് ആരെങ്കിലും ഒന്നും തൊട്ടാലേ ഞാൻ അറിയത്തില്ലേ? ബിൻസി അതെന്തോ അങ്ങ് രസിച്ചിരിക്കാൻ എന്താ അത്? എന്തൊക്കെയാ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാ. ഒരു പെൺകുട്ടിയെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും പറയുമെന്ന്. അതാണ് ഇവർ ചെയ്യുന്നത്. ഇവർ സപ്പോർട്ട് ചെയ്യുന്ന, ഇവരിഷ്ടപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇവർ പലതും പറയുകയാണ്. അതാണ് ഇവർ ചെയ്യുന്നത്. സത്യമായിട്ടും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം, അതായത് ഈ ശരത്തപ്പാനിയുടെ കേസിന് മുമ്പ് വേറൊരു ഇഷ്യൂ നടന്നായിരുന്നു. ആ ഒരു ഹോട്ടലില്, ഈ ഹോട്ടൽ റൂമിൽ മീഡിയക്കാർ വന്ന് ഈ റൂമിൽ തട്ടി ആര്യന്റെയും ഗിസയിന്റെയും വീഡിയോ എടുക്കാണ്ട് തട്ടി. അവസാനം ഈ ഗിസയില് കംപ്ലൈന്റ് കൊടുത്തു, ഹോട്ടലിൽ അധികൃതരോട് കംപ്ലൈന്റ് കൊടുത്തു, ഞങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിൽ മീഡിയക്കാർ വരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ ഒരു സംഭവത്തിൽ പിന്നെയാണ് അവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഈ വീഡിയോ എടുക്കാൻ പറ്റാത്തതിന്റെ വാശി പേരിലാണ് ഞങ്ങൾ മതിലെ സൈഡിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തത്. അപ്പൊ ഈ ആളുകൾ വരുന്ന പോകുന്നത് അങ്ങനെ കിട്ടിയ ഒരു ക്ലിപ്പാണിത്. പക്ഷെ നമ്മളൊന്നും തീരുമാനം എടുക്കുകയും ചെയ്തു, ഈ ക്ലിപ്പ് ആരും ഇടരുത്, ഇത് ഇവരുടെ ഫാമിലിയെ ബുദ്ധിമുട്ടിലാക്കും. പക്ഷേ ഇട്ട സ്ഥിതിക്ക് നമുക്ക് പറയാവുന്ന രീതിയാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞത്. ഇതൊരിക്കലും ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു അടുപ്പത്തെ സൂചിപ്പിക്കുന്നതല്ല, ഒരു സൗഹൃദപരമായിട്ട് നിൽപ്പായിട്ട് എനിക്ക് പേഴ്സണലി. ബിഗ് ബോസ് 6 സീസൺ കഴിഞ്ഞ് 7ാമത്തെ സീസൺ എത്തുമ്പോഴാണ് ഇത്രയധികം വിവാദങ്ങൾ, ഇത്രയധികം പ്രശ്നങ്ങൾ. സീസൺ കഴിഞ്ഞ് 8ാമത്തെ സീസൺ എത്തുമ്പോഴാണ് ഇത്രയധികം പ്രശ്നങ്ങൾ. ഇവര് കാണിച്ച നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഇവര് കൂട്ടമായിട്ട് തീരുമാനിച്ചു ഈ ഒരു വീഡിയോ നമ്മൾ ഇടണ്ട, കാരണം ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ ബാധിക്കും. ഇത് മതിലിന്റെ പുറകിൽ നിന്ന് ഷൂട്ട് ചെയ്ത കാരണം പുറകിൽ നിന്ന് കാണുമ്പോൾ പല രീതിയിൽ ചിത്രീകരിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ഇവര് കൂട്ടമായി തീരുമാനിച്ച ഒരു കാര്യമാണ് ഇത് ആരും ഇടരുതെന്ന്. എന്നാൽ ഒരു വൃത്തികെട്ടവൻ ഇത് എടുത്ത് പബ്ലിക്കിലാക്കി, അതിനെ പലരും എടുത്തങ്ങോട്ട് റിയാക്റ്റും ചെയ്തു. ആ വിഷയം വേറെ രീതിയിൽ ചിത്രീകരിച്ച് വേറെ തലത്തിലേക്ക് പോയി. ഇവിടെ ഇവർ പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. അത് അങ്ങനത്തെ ഒരു ഇതേ അല്ല. അതിനെ വേറൊരു രീതിയിൽ രസിച്ചു. എന്തൊക്കെയാടാ നീയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും